മതങ്ങളെന്നും മനുഷ്യനെ ചൂഷണം ചെയ്താണ് നിലനിൽക്കുന്നത്. ആത്മാവും അന്യാത്മാവിൻ്റെ കടന്നുകയറ്റവും അതിനെ ഒഴിപ്പിക്കലും ഉറഞ്ഞതുള്ളലും ഉൾപ്പെടെ മതത്തിൻ്റെ പേരിൽ മനസ്സിൽ ഭയം വിതച്ച് അത് കൊയ്യുന്നു പണമായി. അന്യൻ്റെ ധനം കൈവശം കൊണ്ടുവരാൻ എന്നും എല്ലാ മതങ്ങളും വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മതത്തെ. അത് എന്താണത്? എന്തോ ആണ് അവർ സംഭവിക്കുന്നത്? ഒരാത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുമോ? അതെന്തുകൊണ്ട്? അതിനെ എങ്ങനെ അത് ഒഴിപ്പിച്ചു വിടാം? പ്രാർത്ഥന കൊണ്ട് ഒഴിപ്പിച്ചു വിടുന്നവരുണ്ട്, മന്ത്രങ്ങൾ ജപിച്ച് ഒഴിപ്പിക്കുന്നവരുണ്ട്, ഹോമങ്ങൾ ചെയ്ത് അത് ഇറക്കി വിടുന്നവരുണ്ട്, പിന്നെ ചരട് ജപിച്ച് കിട്ടിയത് ഒഴിപ്പിച്ചു വിടുന്നവരുണ്ട്. അങ്ങനെ വലിയ ചൂടിലുകൊണ്ട് അടിച്ച് അതിനെ പുറത്താക്കുന്നവരുണ്ട്. പലവിധ ചൂഷണമാണ് മനുഷ്യരുടെ ഈ മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മതം ഒന്നിനേക്കാൾ ഭേദമൊന്നല്ല, എല്ലാ മതങ്ങളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഇതിൽ ചെന്ന് വീഴുന്ന മനുഷ്യൻ എന്തുകൊണ്ട് അത് തിരിച്ചറിയുന്നില്ല? ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാൻ നമുക്ക് കേരളത്തിൽ അതിനുള്ള അറിയാവുന്ന ആൾക്കാരുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നമ്മളുടെ കേരളീയനായ ഒരാളുണ്ട്. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നു, സൈക്കോളജിയുടെ. അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം ഇപ്പോൾ പാരാസൈക്കോളജിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവേഷണശാല അദ്ദേഹത്തിനുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം എന്തെങ്കിലും ബാധയുണ്ടെന്നോ, പിശാചിനെ കണ്ടെന്നോ, ചാത്തനേർ നടന്നെന്നോ, കൂടോത്രം ഉണ്ടെന്നോ ഒക്കെ പറയുന്ന ആൾക്കാർ പുള്ളി അവിടെ ചെന്നും അങ്ങോട്ട് വരുത്തിയും കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട്. അദ്ദേഹം നല്ല പ്രഭാഷണങ്ങൾ, നല്ല ഒന്നാം തരം അഭിമുഖങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. അദ്ദേഹം തന്നെ ഇത്ര ചില രൂപങ്ങളെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അത് എന്താണ് എന്ന് നമ്മളെപ്പോലുള്ളൊരു സാധാരണ മനുഷ്യർ മനസ്സിലാകാത്തതിനപ്പുറമാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മളിത് ഈ മതങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറല്ല. അദ്ദേഹം ഗവേഷകനാണ്. ഗവേഷണം നടത്തി അതിൻ്റെ അർത്ഥം എന്തെന്ന് അദ്ദേഹം കണ്ടെത്തും. ആഗോള തലത്തിൽ അറിയപ്പെടുന്ന പാരാസൈക്കോളജിസ്റ്റാണ് അദ്ദേഹം. ഡോക്ടർ ജോർജ് മാത്യു പ്രൊഫസറായിരുന്നു അദ്ദേഹം. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല പഠനങ്ങൾ നടത്തി ഗവേഷണം നടത്തുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒരു 10 എണ്ണം കേൾക്കാമെങ്കിൽ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള മറുപടി അതിൽ നിന്ന് കിട്ടും, ഏതെങ്കിലും ഒന്നിൽ നിന്ന്. ധാരാളം പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളല്ല കൂടുതലും ചെയ്തിട്ടുള്ള അഭിമുഖങ്ങളാണ്, അഗാധമായ പഠനങ്ങളാണ് പലതും. അത് ആഗോള തലത്തിലുള്ള ആശയം ആണ് അദ്ദേഹം നമുക്ക് തരുന്നത്. നിശ്ചയമായിട്ടത് വെറുതെ കളയല്ലേ. എല്ലാവരും ഡോക്ടർ ജോർജ് മാത്യു സാറിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കണം. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ മുഴുവനായി കേൾക്കണം. പുസ്തകം അദ്ദേഹം എന്തോ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞായിട്ട് അതിൻ്റെ ഒരു ഓർമ്മ, അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. പാരാസൈക്കോളജി, അതായത് സൈക്കോളജിയുടെ മറ്റൊരു ശാഖയാണ് പാരാസൈക്കോളജി. ഓക്കെ, ഇക്കാര്യത്തെക്കുറിച്ച് കയ്യിൽ കിടക്കുന്ന പണം കളയാതെ പറയുന്നതിൻ്റെ പുറകെ പോയി ചൂഷണത്തിന് വിധേയമാകാതെ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഓർമ്മിപ്പിച്ചത്. ഓക്കെ.